ഹോൾ ടിക്കറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള 25 കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പാർട്ട് 1ലും 2ലുമായിട്ട് നമ്മൾ 100 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിച്ചതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അധ്യാപകരുടെയും പരിശീലകരുടെയും നൈപുണ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി NSDC-യുമായി ധാരണാപത്രം ഒപ്പിട്ട കമ്പനി ബൈജൂസ്. അധ്യാപകരുടെയും പരിശീലകരുടെയും നൈപുണ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSDC-യുമായി ധാരണാപത്രം ഒപ്പിട്ട കമ്പനിയാണ് ബൈജൂസ്. മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെ മാനുവൽ പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മെഷീനായ കോമ്പാക്ട് എക്സൽ വികസിപ്പിച്ച കമ്പനി മൈ ലാബ് ഡിസ്കവറി സൊല്യൂഷൻസ്. മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെ മാനുവൽ പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മെഷീനായ കോമ്പാക്ട് എക്സൽ വികസിപ്പിച്ച കമ്പനിയാണ് മൈ ലാബ് ഡിസ്കവറി സൊല്യൂഷൻസ്. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര കമ്പനി ഗൂഗിൾ. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര കമ്പനിയാണ് ഗൂഗിൾ. ജിയോയുടെ 7.7% ഓഹരി നേടിയ കമ്പനി ഗൂഗിൾ. ജിയോയുടെ 7.7% ഓഹരി നേടിയ കമ്പനിയാണ് ഗൂഗിൾ. 2040 അന്തരീക്ഷത്തെ നെറ്റ് സീറോ കാർബണായി മാറ്റിയെടുക്കാൻ ആമസോണുമായി കാലാവസ്ഥാ പ്രതിജ്ഞയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ കമ്പനി ഇൻഫോസിസ്. 2040 അന്തരീക്ഷത്തെ നെറ്റ് സീറോ കാർബണായി മാറ്റിയെടുക്കുവാൻ ആമസോണുമായി കാലാവസ്ഥാ പ്രതിജ്ഞയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ്. ഡ്രോണുകൾ പറത്തുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പോർട്ടൽ ഡിജിറ്റൽ സ്കൈ. ഡ്രോണുകൾ പറത്തുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പോർട്ടലാണ് ഡിജിറ്റൽ സ്കൈ. ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളിലെ രേഖകൾ ഡിജിറ്റൽ ആക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിർച്വൽ മ്യൂസിയം സോഫ്റ്റ്വെയർ ജതൻ. ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളിലെ രേഖകൾ ഡിജിറ്റൽ ആക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിർച്വൽ മ്യൂസിയം സോഫ്റ്റ്വെയർ ആണ് ജതൻ. BSNL ആരംഭിച്ച ലോകത്തിലെ ആദ്യ സാറ്റലൈറ്റ് അധിഷ്ഠിത പദ്ധതി NB-IoT, അതായത് നാരോ ബാൻഡ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. BSNL ആരംഭിച്ച ലോകത്തിലെ ആദ്യ സാറ്റലൈറ്റ് അധിഷ്ഠിത പദ്ധതിയാണ് നാരോ ബാൻഡ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ITI-കളിലെ ഡിജിറ്റൽ പഠന ഉള്ളടക്കത്തിനായി നൈപുണ്യ വികസന മന്ത്രാലയവും നാസ്കോമും കൈകോർത്ത കമ്പനി മൈക്രോസോഫ്റ്റ്. ITI-കളിലെ ഡിജിറ്റൽ പഠന ഉള്ളടക്കത്തിനായി നൈപുണ്യ വികസന മന്ത്രാലയവും നാസ്കോമും കൈകോർത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ആപ്പിൾ, ഫിറ്റ്ബിറ്റ് എന്നീ കമ്പനികൾക്കെതിരെ മത്സരിച്ചുകൊണ്ട് ആമസോൺ പുറത്തിറക്കിയ ഫിറ്റ്നസ് ഉപകരണം ഹലോ ബാൻഡ്. ആപ്പിൾ, ഫിറ്റ്ബിറ്റ് എന്നീ കമ്പനികൾക്കെതിരെ മത്സരിച്ചുകൊണ്ട് ആമസോൺ പുറത്തിറക്കിയ ഫിറ്റ്നസ് ഉപകരണമാണ് ഹലോ ബാൻഡ്. 2030 കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച IT കമ്പനി മൈക്രോസോഫ്റ്റ്. 2030 കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച IT കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. സൗജന്യമായി ഡിജിറ്റൽ സ്കിൽസ് ട്രെയിനിങ് നൽകുന്നതിന് നാഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിക്കുന്ന IT സ്ഥാപനം IBM. സൗജന്യമായി ഡിജിറ്റൽ സ്കിൽസ് ട്രെയിനിങ് നൽകുന്നതിന് നാഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിക്കുന്ന IT സ്ഥാപനമാണ് IBM. 2020 ജൂലൈയിൽ അമേരിക്ക ക്ലിയർ ടെൽകോസ് ഗണത്തിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ടെലികോം കമ്പനി റിലയൻസ് ജിയോ. 2020 ജൂലൈയിൽ അമേരിക്ക ക്ലിയർ ടെൽകോസ് ഗണത്തിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ. ഇന്ത്യയിലെ യുവാക്കൾക്ക് ഡിജിറ്റൽ സ്കില്ലിംഗ് അവയർനെസ് നൽകുന്നതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിക്കുന്ന IT കമ്പനി മൈക്രോസോഫ്റ്റ്.
ഇന്ത്യയിലെ യുവാക്കൾക്ക് ഡിജിറ്റൽ സ്കില്ലിംഗ് അവയർനെസ് നൽകുന്നതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSDC-യുമായി സഹകരിക്കുന്ന IT കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. CNG ഇലക്ട്രിക് ബസ്സുകൾക്കായി ആരംഭിക്കുന്ന KSRTC-യുടെ സംരംഭം K-Swift, അതായത് സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. CNG ഇലക്ട്രിക് ബസ്സുകൾക്കായി ആരംഭിക്കുന്ന KSRTC-യുടെ സംരംഭമാണ് K-Swift, സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ സാങ്കേതിക സഹകരണം സംബന്ധിച്ച് ഇന്ത്യ ധാരണാപത്രം ഒപ്പിട്ട രാജ്യം ഓസ്ട്രിയ. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ സാങ്കേതിക സഹകരണം സംബന്ധിച്ച് ഇന്ത്യ ധാരണാപത്രം ഒപ്പിട്ട രാജ്യമാണ് ഓസ്ട്രിയ. സൈബർ സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാർ ഒപ്പുവെച്ചത്? ഇസ്രായേൽ. സൈബർ സുരക്ഷ ശക്തമാക്കുവാൻ ഇന്ത്യ ഇസ്രായേലുമായിട്ടാണ് കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നിരീക്ഷണം കർശനമാക്കാൻ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ഭാരത് ഡ്രോൺ. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നിരീക്ഷണം കർശനമാക്കാൻ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ആണ് ഭാരത് ഡ്രോൺ. DGCA അനുമതി നൽകിയ ആദ്യത്തെ ഡ്രോൺ ട്രെയിനിങ് സ്കൂൾ ബോംബെ ഫ്ലൈയിങ് ക്ലബ്. DGCA അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അനുമതി നൽകിയ ആദ്യത്തെ ഡ്രോൺ ട്രെയിനിങ് സ്കൂളാണ് ബോംബെ ഫ്ലൈയിങ് ക്ലബ്. ഇന്ത്യയുടെ പ്രധാന ഫോർവേഡ് ബേസ് ആയ നിമു ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു? ലഡാക്ക്. ഇന്ത്യയുടെ പ്രധാന ഫോർവേഡ് ബേസ് ആയ നിമു ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ നിഷ്ദ പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ നിഷ്ദ പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നിഷ്ദ എന്ന് പറയുന്നത് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ടിയാൻവെൻ 1 അഥവാ കോസ്റ്റ് ഫോർ ഹെവൻലി ട്രൂത്ത് 1? ചൈന. ചൈനയുടെ ആദ്യത്തെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ടിയാൻവെൻ 1 അല്ലെങ്കിൽ കോസ്റ്റ് ഫോർ ഹെവൻലി ട്രൂത്ത് 1. ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച ഗൾഫ് രാജ്യം ഏത്? UAE. ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച ഗൾഫ് രാജ്യമാണ് UAE. ഏത് രാജ്യം പരീക്ഷണം നടത്തിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് മൈന്യൂട്ട് മാൻ 3? അമേരിക്ക. അമേരിക്ക പരീക്ഷണം നടത്തിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് മൈന്യൂട്ട് മാൻ 3. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കറന്റ് അഫയേഴ്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അധ്യാപകരുടെയും പരിശീലകരുടെയും നൈപുണ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി NSDC-യുമായി ധാരണാപത്രം ഒപ്പിട്ട കമ്പനി ബൈജൂസ്. മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെ മാനുവൽ പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മെഷീനായ കോമ്പാക്ട് എക്സൽ വികസിപ്പിച്ച കമ്പനി മൈ ലാബ് ഡിസ്കവറി സൊല്യൂഷൻസ്. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര കമ്പനി ഗൂഗിൾ. ജിയോയുടെ 7.7% ഓഹരി നേടിയ കമ്പനി ഗൂഗിൾ. 2040 അന്തരീക്ഷത്തെ നെറ്റ് സീറോ കാർബണായി മാറ്റിയെടുക്കാൻ ആമസോണുമായി കാലാവസ്ഥാ പ്രതിജ്ഞയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ കമ്പനി ഇൻഫോസിസ്. ഡ്രോണുകൾ പറത്തുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പോർട്ടൽ ഡിജിറ്റൽ സ്കൈ. ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളിലെ രേഖകൾ ഡിജിറ്റൽ ആക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വെർച്വൽ മ്യൂസിയം സോഫ്റ്റ്വെയർ ജതൻ. BSNL ആരംഭിച്ച ലോകത്തിലെ ആദ്യ സാറ്റലൈറ്റ് അധിഷ്ഠിത പദ്ധതി നാരോ ബാൻഡ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് NB-IoT. ITIകളിലെ ഡിജിറ്റൽ പഠന ഉള്ളടക്കത്തിനായി നൈപുണ്യ വികസന മന്ത്രാലയവും നാസ്കോമും കൈകോർത്ത കമ്പനി മൈക്രോസോഫ്റ്റ്.
ആപ്പിൾ, ഫിറ്റ്ബിറ്റ് എന്നീ കമ്പനികൾക്കെതിരെ മത്സരിച്ചുകൊണ്ട് ആമസോൺ പുറത്തിറക്കിയ ഫിറ്റ്നസ് ഉപകരണം ഹലോ ബാൻഡ്. 2030 കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച IT കമ്പനി മൈക്രോസോഫ്റ്റ്. സൗജന്യമായി ഡിജിറ്റൽ സ്കിൽസ് ട്രെയിനിങ് നൽകുന്നതിന് നാഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിക്കുന്ന IT സ്ഥാപനം IBM. 2020 ജൂലൈയിൽ അമേരിക്ക ക്ലിയർ ടെൽകോസ് ഗണത്തിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ടെലികോം കമ്പനി റിലയൻസ് ജിയോ. ഇന്ത്യയിലെ യുവാക്കൾക്ക് ഡിജിറ്റൽ സ്കില്ലിംഗ് അവയർനെസ് നൽകുന്നതിനായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSDCയുമായി സഹകരിക്കുന്ന IT കമ്പനി മൈക്രോസോഫ്റ്റ്. CNG ഇലക്ട്രിക് ബസ്സുകൾക്കായി ആരംഭിക്കുന്ന KSRTCയുടെ സംരംഭം K-Swift. സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ സാങ്കേതിക സഹകരണം സംബന്ധിച്ച് ഇന്ത്യ ധാരണാപത്രം ഒപ്പിട്ട രാജ്യം ഓസ്ട്രിയ. സൈബർ സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാർ ഒപ്പുവെച്ചത്? ഇസ്രായേൽ. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നിരീക്ഷണം കർശനമാക്കാൻ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ഭാരത് ഡ്രോൺ. DGCA ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അനുമതി നൽകിയ ആദ്യത്തെ ഡ്രോൺ ട്രെയിനിംഗ് സ്കൂൾ ബോംബെ ഫ്ലൈയിംഗ് ക്ലബ്. ഇന്ത്യയുടെ പ്രധാന ഫോർവേഡ് ബേസായ നിമു ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു? ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ നിഷിത പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് Tianwen-1 അഥവാ ക്വസ്റ്റ് ഫോർ ഹെവൻലി ട്രൂത്ത് 1? ചൈന. ബറാക്കാഹ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച ഗൾഫ് രാജ്യം ഏത്? UAE. ഏത് രാജ്യം പരീക്ഷണം നടത്തിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് മൈന്യൂട്ട്മാൻ 3? അമേരിക്ക.